പ്രൊഡ്യൂസർ സാന്ദ്ര തോമസിന് വധഭീഷണി. പ്രൊഡക്ഷൻ കൺട്രോളർ റെനി ജോസഫാണ് ഭീഷണിപ്പെടുത്തിയതെന്ന് സാന്ദ്ര തോമസ് പറയുന്നു. പാലാരിവട്ടം പോലീസിൽ സാന്ദ്ര തോമസ് പരാതി നൽകി. അതേസമയം സാന്ദ്രയെ ഭീഷണിപ്പെടുത്തിയെന്ന് അവകാശപ്പെടുന്ന റെനി ജോസഫിന്റെ ശബ്ദ സന്ദേശം ന്യൂസ് മലയാളത്തിൽ ലഭിച്ചു. ആ ശബ്ദ സന്ദേശത്തിലേക്ക് നമുക്ക് എത്തുന്നതിന് മുൻപ് ഇപ്പോൾ സെയ്ഫുനിസ അലിയാറിനൊപ്പം സാന്ദ്ര തോമസിന്റെ വസതിയിൽ നിന്ന് സാന്ദ്ര തോമസ് കൂടി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. സെയ്ഫുനിസ, സാന്ദ്രയോട് ചോദിക്കാം, ആരാണ് സാന്ദ്രയെ ഭയപ്പെടുത്തുന്നത്? എന്താണ് വധഭീഷണി? കൂടുതൽ വിശദാംശങ്ങൾ തേടാം. ബിനിൽ, ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് സാന്ദ്ര നേരത്തെ ഒരു അഭിമുഖത്തിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇതാണ് ഇവരെ പ്രകോപിപ്പിച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിന് പിന്നാലെയാണ് റെനി ജോസഫ് എന്ന പ്രൊഡക്ഷൻ കൺട്രോളർ സാന്ദ്ര തോമസിനെ വിളിച്ച് സാന്ദ്ര തോമസിന്റെ കുടുംബത്തെ അടക്കം ഇല്ലാതാക്കുമെന്ന വധഭീഷണി മുഴക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് സാന്ദ്രയ്ക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. സാന്ദ്ര, ഇത് എന്നാണ് ഈ ഭീഷണി ഉണ്ടായത്? മാർച്ച് 20 ഒരു ദിവസം അന്ന് രാത്രി എന്നെ വിളിച്ചിട്ട് ഒരു 10:15 ആയിട്ടുണ്ടാവും. ആ സമയത്ത് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്, റെനി ജോസഫ് എന്നാണ് എൻ്റെ പേര്, മാഡം ഞങ്ങൾ കൂട്ടിക്കൊടുപ്പുകാരാണെന്ന് പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറയരുത് എന്ന് പറഞ്ഞു. അപ്പം പിന്നീട് അയാൾ എൻ്റെ അടുത്ത് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും ഇതൊക്കെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ കുഞ്ഞുങ്ങളെ ഉറക്കുവാണ്, ഇപ്പം എന്നെ വിളിക്കരുത്, നമുക്ക് നാളെ സംസാരിക്കാം. ഇതിനു മുമ്പും പലരും വിളിച്ചപ്പോഴൊക്കെ ഞാൻ അവരോട് കാര്യമായി സംസാരിക്കുകയും അവർക്ക് കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നാളെ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തു. അദ്ദേഹം പിന്നെയും വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഞാൻ കോൾ എടുത്തു. ഒരു 11:15 ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അദ്ദേഹം ഇതേപോലെ തന്നെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ കട്ട് ചെയ്തിട്ട് അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ SIT-യിൽ വിളിച്ച്, കാര്യം എൻ്റെ കേസ് അവർ അന്വേഷിക്കുന്നത് കൊണ്ട് ഞാൻ SIT-യിൽ വിളിച്ച് ഇങ്ങനെ ഒരു കോള് വന്നിട്ടുണ്ട്, എന്താ ഞാൻ ചെയ്യേണ്ടത്, ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ വേഗം പാലാരിവട്ടം സ്റ്റേഷനിൽ വിളിച്ചിട്ട് എനിക്കൊരു പാറാവ് ഡ്യൂട്ടിക്ക് ഒരു പോലീസുകാരെ ഒന്ന് വിട്ടിരുന്നു. പക്ഷെ ഞാൻ എന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസം പോയി കംപ്ലയിൻറ്റ് കൊടുത്തു. അത് FIR ഇടുകയും ചെയ്തു. FIR ഇട്ടു എന്നുള്ളതല്ലാതെ അതിൻ്റെ മേളിൽ വേറെ അന്വേഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ പിന്നീട് നടന്നിട്ടില്ല. ഏകദേശം 2.5 മാസമായില്ലേ? അതെ, 2.5 മാസമായി. അപ്പം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ കൊണ്ടുപോയി മാനനഷ്ട കേസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറഞ്ഞിരിക്കുന്നതിന്. 15 വർഷമായിട്ട് മലയാള സിനിമയിൽ 15ഓളം സിനിമകൾ ചെയ്തൊരു പ്രൊഡ്യൂസറാണ് ഞാൻ. എനിക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, നിർമ്മാതാക്കളായി ഇവിടെ വന്നിട്ടുള്ള എല്ലാ നിർമ്മാതാക്കൾക്കും കാര്യം അസോസിയേഷനിലൊക്കെ എപ്പോഴും ചർച്ചയാവുന്ന ഒരു വിഷയമാണിത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിൽ ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞതിൽ നിന്ന് ഒരു മാറ്റവുമില്ല. അത് സത്യമായ കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് ചിലർക്ക് വേദനിച്ചിട്ടുണ്ടാവാം. പക്ഷേ എത്രയോ നിർമ്മാതാക്കളാണ് ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെട്ടത്. ഇത് നമ്മളൊരാളെ ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരു കാര്യങ്ങളും ചെയ്യരുത്. അപ്പം അതെനിക്ക് വിഷമം ഉണ്ടായതുകൊണ്ടാണ് ഞാനത് തുറന്ന് പുറത്തേക്ക് പറഞ്ഞത്. അത് ചിലപ്പം അദ്ദേഹത്തിന് വിഷമം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അതിന് ഇങ്ങനെയല്ല പ്രതികരിക്കണം. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊല്ലും അല്ലെ കൊന്നു ഓടെ തള്ളും എന്നൊന്നും അല്ലല്ലോ പറയേണ്ടത്. അതും എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തിനോടാണ് ഭീഷണി വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും നമ്മളിപ്പോൾ കേരളത്തിൽ നമുക്ക് ഒന്നും പറയാനുള്ളൊരു സ്വാതന്ത്ര്യമില്ല. നമുക്ക് നമ്മുടെ സ്വന്തം അഭിപ്രായം പറയാനൊരു സ്വാതന്ത്ര്യമില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂലല്ലോ. ഭീഷണിപ്പെടുത്തിയ ആൾ ഈ ഓഡിയോ സന്ദേശം എടുത്ത് ഇവരുടെ ഗ്രൂപ്പിൽ ഇട്ടു എന്ന് പറയുന്നുണ്ട്. അതെ, അത് 450ഓളം പേര് വരുന്ന വാട്സാപ്പ് ഗ്രൂപ്പാണ്. അതിനകത്ത് ഇട്ടിട്ടും ഇതിൻ്റെ അഡ്മിൻസോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഈ അഡ്മിൻസ് അടക്കം ഇപ്പോൾ ഷിബു കുറ്റുമൂട് അടക്കമുള്ള ആളുകൾ, എൻ്റെ സിനിമകൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഷിബു. അതേപോലെ തന്നെ ജോളി എൻ്റെ കഴിഞ്ഞ 2 സിനിമകൾ ചെയ്ത വ്യക്തിയാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ, അദ്ദേഹത്തിന് 2ാമത് കല്യാണം കഴിക്കണമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ എക്സ്ട്രാ പൈസ മേടിച്ച് പോയൊരു ആളാണ്. 6 ലക്ഷം രൂപ ശമ്പളം പറഞ്ഞിട്ട് 7 ലക്ഷം രൂപ മേടിച്ചിട്ട് അവസാനം സിനിമയുടെ അവസാന ഘട്ടങ്ങളിലൊന്നും അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അത്രയും ദുരനുഭവം അനുഭവിച്ച ഒരാളാണ് ഞാൻ. എന്നിട്ടാണ് ഇവരെല്ലാവരും എന്നെ മലയാള സിനിമയിൽ നിന്ന് ഇല്ലാതാക്കണം, എനിക്കിനി സിനിമ കൊടുക്കരുത്, എൻ്റെ കൂടെ സഹകരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഈ വാട്സാപ്പ് സന്ദേശങ്ങളെല്ലാം അയച്ചിരിക്കുന്നത്. സാന്ദ്ര, ഇപ്പോൾ ഈ മാർച്ച് 20 ശേഷം പരാതി കൊടുത്താണ്, ഇപ്പോൾ 2.5 മാസമായി. ഇതിനും ഇടയ്ക്ക് ഒരു ആക്ഷൻ ഉണ്ടാകാത്തത്, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആക്ഷൻ ഉണ്ടാകാത്ത എന്തെങ്കിലും സ്വാധീനത്തിന് വഴങ്ങിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും. അതല്ലാതെ ഇത്രയും ഡയറക്റ്റ് ആയിട്ടൊരു വധഭീഷണിയും ഇത്രയും മോശമായിട്ട് ഇത് കേട്ടിരിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടുള്ളൊരു വ്യക്തിക്ക്
കേട്ടിരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഞാനിത് പുറത്തേക്ക് പറയാൻ വൈകിയത് പോലും എനിക്ക് തന്നെ അറപ്പായി പോയി. ഇത് കേട്ടിട്ട് ഇതെങ്ങനെ പറയും എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഇപ്പം ഈ സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വരുന്നില്ല, അതുകൊണ്ട് കേസുകളെല്ലാം ക്ലോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് സ്ത്രീകൾ മുന്നോട്ട് വരുന്നില്ല? ഇതാണ് അവസ്ഥ. ഇത് ഈ മലയാള സിനിമ ഭരിക്കുന്നത് കുറച്ച് ഗുണ്ടാ സംഘങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ജനറൽ സെക്രട്ടറിയുടെ കീഴിൽ കുറച്ച് ഗുണ്ടാ സംഘങ്ങൾ വർക്ക് ചെയ്ത് അവരാണ്. അപ്പം എന്ത് എതിരഭിപ്രായം ആര് പറഞ്ഞാലും അവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ അജണ്ട. അപ്പം അത് ഇപ്പൊ ഈ പോലീസിനെതിരെ എന്തെങ്കിലും ആക്ഷൻ സാന്ദ്രയുടെ ഭാഗത്ത് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഇനി എനിക്ക് എടുത്തല്ലേ പറ്റുള്ളൂ. ഇത്രയും നാളായിട്ട് ഒരു ആക്ഷനും ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്കോ എൻ്റെ കുടുംബത്തിനോ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ, ഞങ്ങൾക്ക് ജോലി തിരക്കായി പോയി എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും ന്യായമുണ്ടോ? അപ്പോൾ ഞാൻ DGPക്കും വിജിലൻസിനും ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇത്രയും നാളായിട്ട് ഒരു ആക്ഷൻ എടുക്കാത്തതിൽ അതിനകത്ത് അന്വേഷണം വേണം. കാര്യം ഇവരുടെ ഫോൺ കോളുകൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതാരൊക്കെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ? എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എനിക്ക് കൃത്യമായൊരു അപ്ഡേറ്റ് പോലും ഇതുവരേക്കും ഈ കേസിൽ തന്നിട്ടില്ല. ഞാൻ മജിസ്ട്രേറ്റിന് പോയി മൊഴി കൊടുത്തിരുന്നു എന്നുള്ളതല്ലാതെ ഇതിനകത്ത് കൃത്യമായൊരു അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി അടുത്ത എന്താണ് സാന്ദ്രയുടെ ഒരു പ്ലാൻ? ഇപ്പോൾ അവർ കേസ് കൊടുത്തിരിക്കുന്നു, സാന്ദ്രയും ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ കേസിനൊക്കെ മുമ്പാണ് ഞാൻ കേസ് കൊടുത്തത്. ഞാനത് പുറത്തേക്ക് വന്ന് പറഞ്ഞില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ കൊടുത്തു എന്നറിഞ്ഞിട്ടാണ് അവർ കൊണ്ടുപോയി ഇപ്പം മാനനഷ്ടത്തിന് കേസ് കൊടുത്തേക്കുന്നത്. എത്രയോ പേരാണ് എന്നെ വിളിക്കുന്നത്, ചേച്ചി ഞാൻ തെളിവ് തരാം എന്ന് പറഞ്ഞുകൊണ്ട്. കാര്യം ഞാൻ പറഞ്ഞു, ഒരാളുടെയും തെളിവിൻ്റെ ആവശ്യമില്ല. എൻ്റെ കയ്യിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ തെളിവുകളാണ്. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ കാലഘട്ടം മാറുന്നതനുസരിച്ച് എല്ലാ മേഖലകളിലും മാറ്റം വരുന്നുണ്ട്. അത് സിനിമയിലും ഉണ്ടാവണം. ഈ വർഷങ്ങളായി ഉള്ള ഒരേ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് അവരുടെ ജോലിയുടെ അവിടെ തസ്തികയിൽ മാറ്റങ്ങൾ വരുത്തണം. അത് ഈ പറയുന്ന അസോസിയേഷൻസ് എല്ലാം അതിനകത്ത് ഇടപെട്ട് അതിന് കൃത്യമായ മാറ്റങ്ങൾ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സിനിമകൾ ഇപ്പം പകുതിയിൽ കുറവായി സിനിമകളുടെ നിർമ്മാണം. അതെന്തുകൊണ്ടാണ്? അതിലൊന്നും ഒരു അസോസിയേഷൻസും ഇടപെടുന്നുമില്ല. തീർച്ചയായും ബിനിൽ, അതാണ് സാന്ദ്രയ്ക്ക് പറയാനുള്ളത്. കാരണം ചില കാര്യങ്ങൾ, വസ്തുതകൾ തുറന്നു പറയുന്നതിൻ്റെ പേരിൽ ഇങ്ങനെ കുടുംബത്തെ അടക്കം കൊല്ലുമെന്ന് ഭീഷണി മുഴക്കുന്നത് തെറ്റായ രീതിയാണ്. അതുകൊണ്ട് തന്നെ അതിന് നിയമത്തിൻ്റെ വഴിക്ക് ഏതറ്റം വരെ പോകാൻ സാധിക്കും ആ അറ്റം വരെയും പോകാനുള്ള തീരുമാനത്തിലാണ് സാന്ദ്ര തോമസ് ഉറച്ചു നിൽക്കുന്നത്. ഉറപ്പായും സാന്ദ്ര വിധത്തിൽ മുന്നോട്ട് പോവുകയാണ്. നിർമ്മാതാക്കളിൽ നിന്ന്, പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ നിന്ന് പല വിധത്തിൽ സാന്ദ്ര തോമസിന് മുൻപും ഭീഷണി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സെഫിനിസ അലിയാരാണ് സാന്ദ്ര തോമസുമായി വളരെ വിശദമായി സംസാരിച്ചത്. ഇനിയിപ്പോൾ ഈ ആരോപണ വിധേയനായിട്ടുള്ള റെനി ജോസഫിന് എന്താണ് പറയാനുള്ളത് നമുക്ക് കേട്ടുവരാം. ഞാൻ സാന്ദ്ര തോമസിനെ വിളിച്ചു, സംസാരിച്ചു. അവർ പറഞ്ഞു ഭയങ്കര ഇതാണ്. ഞാൻ പറഞ്ഞു, സാന്ദ്ര നീ കൂടുതൽ വിളയണ്ട. അപ്പൊ നിങ്ങൾ ആരാണ്? നീ വിളഞ്ഞാ നീ ഒരു പെണ്ണല്ലടി. നീ എനിക്കൊരു കേസെടുക്ക്. ഈ സാന്ദ്ര കൂടുതൽ വിളഞ്ഞ ഞാൻ പറഞ്ഞു, നീ കൂടുതൽ വിളഞ്ഞാ നിന്നെ തല്ലിക്കൊന്ന് കാട്ടിക്കളെന്ന് പറഞ്ഞു. നീ ഞങ്ങളെ പറ്റി പ്രൊഡക്ഷൻ കൺട്രോളർമാര് സിനിമയിൽ വേണ്ടെന്ന് പറഞ്ഞാൽ നീ ആരാണെന്ന് ചോദിച്ചപ്പോ അവളുടെ മുണ്ടാട്ടം മുട്ടി. അവളും വേണ്ട, സാന്ദ്രയും വേണ്ട. ആരിവള് എന്ത് നടി? അതിനു മുമ്പ് ഇവന്റെ ഈ നാളെ തോമസിന് തൂക്കട കണ്ടോ? തോമസിനെ ഞാനൊരു കോള് വിളിച്ച ഈ ലോകം മുഴുവൻ എനിക്ക് ബന്ധങ്ങളാ. എല്ലാവർക്കും അറിയാലോ, മലയാള സിനിമയ്ക്ക് തോമസിനെ നാളെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കും ഞാൻ തോമസിനെ. അപ്പൊ ഇവള് ദുഃഖിക്കണം, ഇവളറിയണം, സാന്ദ്ര അറിയണം. സാന്ദ്ര എന്തിനാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാര് മലയാള സിനിമയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞ ഉത്തരം ആരെങ്കിലും തന്നേ മതിയാവൂ. അത് ഇവളുടെ അപ്പൻ തരും. ഇവളുടെ അപ്പനെ ഞാൻ തൂക്കിയെടുക്കുന്ന നാളെ കാലത്ത് എഴുതി ഒപ്പിട്ട് വെച്ചോ. ഇത്ര പറയാനുള്ളത്. 4500 പേരുള്ള ഗ്രൂപ്പിലേക്കാണ് ഈ ഓഡിയോ ഷെയർ ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. സെഫിനിസ തുടരുന്നുണ്ട്. സെഫിനിസ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ റെനി ജോസഫ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ സാന്ദ്ര തോമസുമായിട്ടുള്ള പ്രശ്നം, സാന്ദ്ര തോമസും നിർമ്മാതാക്കളുടെ സംഘടന ഉൾപ്പെടെയുള്ളവരുമായിട്ടുള്ള പ്രശ്നത്തെപ്പറ്റി നമുക്ക് അറിയാവുന്നതാണ്. ഇതിപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളറുമായി ബന്ധപ്പെട്ട് സാന്ദ്ര നടത്തിയെന്ന് പറയുന്ന പരാമർശത്തെ തുടർന്നാണല്ലോ, അങ്ങനെ പറയപ്പെടുന്ന പരാമർശത്തെ തുടർന്നാണല്ലോ ഈ പ്രതികരണങ്ങളിൽ എല്ലാം ഉണ്ടാകുന്നത്. ഇതെങ്ങോട്ടാണ് ഈ വിവാദത്തിന്റെ അല്ലെങ്കിൽ ഈ വിഷയത്തിന്റെ പോക്ക്? നിയമപരമായ നടപടികൾ എങ്ങനെയാണ് ഇരുഭാഗത്തും?
ബിനിൽ, നേരത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. സാന്ദ്ര പ്രത്യേക അന്വേഷണ സംഘത്തിന്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വന്നിരുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകുകയും കേസെടുക്കുകയും ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒരു അഭിമുഖത്തിൽ ഫെഫ്കയുടെ തന്നെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനായ അവരുടെ പ്രൊഡക്ഷൻ കൺട്രോളർമാരെ വിമർശിച്ചുകൊണ്ട് സാന്ദ്ര ഒരു പ്രസ്താവന നടത്തിയത്. സാന്ദ്രയുടെ സിനിമയിലെ പല സെറ്റിലും ഉണ്ടായ അനുഭവങ്ങളുടെ കാര്യത്തിലാണ് സാന്ദ്ര അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. അതായത് പല പ്രൊഡക്ഷൻ കൺട്രോളർമാരും ഇപ്പോഴത്തെ കാലത്ത് സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളിംഗ് അല്ല നടത്തുന്നത്, പകരം ആർട്ടിസ്റ്റിൻ്റെ മാനേജേഴ്സായി മാറിയിരിക്കുകയാണ്. പല ആർട്ടിസ്റ്റുകളുടെ മാനേജർമാരാണ് ഇപ്പോഴുള്ള പ്രൊഡക്ഷൻ കൺട്രോളർമാർ. അതുകൊണ്ട് തന്നെ അവരുടെ തസ്തിക പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് മാറ്റിയിട്ട് ആർട്ടിസ്റ്റ് മാനേജേഴ്സ് എന്നാക്കണം. തൻ്റെ തന്നെ പല സിനിമകളിലുമുള്ള പ്രൊഡക്ഷൻ കൺട്രോളർമാരോട് താൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അറിയാതെ മോഷ്ടിച്ചോളൂ എന്ന്. ഇപ്പോഴുള്ള പല പ്രൊഡക്ഷൻ കൺട്രോളർമാരും വലിയ വീടും വാഹനങ്ങളും ഒക്കെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് മാത്രം ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്, ശമ്പളത്തിൽ നിന്ന് മാത്രം എങ്ങനെയാണ് സാധ്യമാകുന്നതെന്നാണ് സാന്ദ്ര ഉന്നയിച്ച ഒരു ചോദ്യം. ഇതാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരെ പ്രകോപിപ്പിച്ചത്. ഇതിന് പിന്നാലെയായിരുന്നു ആദ്യം തന്നെ സാന്ദ്രയ്ക്കാണ് ഒരു വധഭീഷണി വന്നത്. അത് ഈ റെനി ജോസഫിൻ്റെ ഭാഗത്തു നിന്നാണ്. സാന്ദ്രയെയും ഒപ്പം തന്നെ കുടുംബത്തെയും കൊന്ന ഓടയിൽ തള്ളും എന്നൊരു വധഭീഷണി മുഴക്കുന്നു. പക്ഷേ സാന്ദ്ര അന്ന് പാലാരിവട്ടം പോലീസിൽ പരാതി നൽകുകയാണ് ചെയ്തുള്ളത്. അത് മാധ്യമങ്ങളോടൊന്നും അറിയിക്കുകയൊന്നും ചെയ്തിരുന്നില്ല. പാലാരിവട്ടം പോലീസിൽ പരാതി നൽകുകയും ഇതിനെ തുടർന്ന് കോടതിയിലെത്തി മൊഴി നൽകുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം 2.5 മാസം കഴിഞ്ഞിട്ടും പോലീസിൽ നിന്ന് ഒരു രീതിയിലുള്ള പ്രതികരണവും ഉണ്ടായില്ല. കുറച്ച് ദിവസങ്ങൾ ഒരു പോലീസുകാരനെ പാറാവ് നിർത്തിയത് മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്കാണ് പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ സംഘടന ഈ സാന്ദ്ര തോമസിന് ഒരു വക്കീൽ നോട്ടീസ് അയക്കുന്നത്. ഈ വക്കീൽ നോട്ടീസിന് സാന്ദ്ര മറുപടി നൽകിയില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇവർ എറണാകുളം സബ് കോടതിയിൽ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നത്. അത് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നത്. അതിൻ്റെ നിയമ നടപടികളും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ കത്തുകളൊന്നും തന്നെ സാന്ദ്രയ്ക്ക് കിട്ടിയിട്ടില്ല, കോടതിയിൽ നിന്നുള്ള സമൻസ് ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് സാന്ദ്ര പറയുകയും ചെയ്യുന്നത്. ഇതിന് പിന്നാലെയാണ് സാന്ദ്ര ഈ ഒരു നേരത്തെ ഉണ്ടായ ഒരു അനുഭവം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതിലേറ്റവും ഗുരുതരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഫെഫ്കയുടെ ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് യൂണിയൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഈ വധഭീഷണി മുഴക്കി ഇദ്ദേഹം ഇത് റെക്കോർഡ് ചെയ്ത് ഈ വാട്സപ്പ് ഗ്രൂപ്പിലാണ് അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും നിയമപരമായ കാര്യങ്ങളും അതിനൊപ്പം തന്നെ തുടരുകയാണ്. അതിനിടയിലാണ് സാന്ദ്ര തോമസിനെതിരെ വധഭീഷണി കൂടി ഉയർന്നിരിക്കുന്നത്. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ആ പ്രൊഡക്ഷൻ കൺട്രോളറും പറയുന്നു. സേഫ് ന്യൂസിയാണ് സാന്ദ്ര തോമസുമായി സംസാരിച്ചത്.